ഹലോ, ഈ പോക്ക് വേറെ എങ്ങോട്ടുമല്ല, പാലക്കാട്ടേക്കാണ്. പാലക്കാട് ഗ്രാമീണ ഭംഗിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ്. കാറ് കണ്ട് പേടിക്കണ്ട, ഹേഡേസിലേക്കുള്ള സാധനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത് മൊത്തം. നമ്മളൊരു 9-10 മണിയാകുമ്പോഴത്തേക്കും ഹേഡേസിലെത്തി. ഇല്ലേ ഇരിക്കും അവിടെ. അപ്പം നമ്മളങ്ങനെ ഹേഡേസ് ഫാം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. വേറെ കിച്ചണിലേക്ക് പോവാം. എന്താന്ന് ഫുഡ്? ഫുഡെന്താ? ഒന്നുമില്ല. ദോശ, ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ, ഉത്തമ, വെള്ളം. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാ. കറക്റ്റ് വയസ്സാ. ഒരു സാധനം വരുന്നുണ്ട്. ഹായ് പറയ്. ഹേഡീസിൽ നടക്കുന്നത് കോണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പാണ് കേട്ടോ. ഞങ്ങളെത്തിയപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് പേര് വരാനുണ്ട്. ഇത് കവർ ചെയ്യാനാണ് ഞാനും ഈ വരുന്ന സാധനവും കൂടെ വന്നേക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് 1 മണി വരെയൊക്കെ അവരവിടെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു കേട്ടോ. അതായത് ഹേഡീസ് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്കും നല്ല നാടൻ സദ്യ നമ്മുടെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല സേമിയ പായസമാണിത്. ഓക്കെ, അങ്ങനെ സേമിയ പായസം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊല്ലങ്കോട്ടേക്കുള്ള വണ്ടി വന്നു ഗൈസ്. എന്താ ബോസ്? അപ്പം നമുക്കിനി പാലക്കാടും കൊല്ലങ്കോടൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇനി നമുക്ക് കൊല്ലങ്കോടൊന്ന് ചുറ്റിക്കാണാം. നല്ല വെയിലാണ് ഗസ്, കരിഞ്ഞു പോവും. പഴയ സൈക്കിൾ ഏറുമാടത്തിൽ ഒരേ സമയം പരമാവധി 4 പേർ മാത്രം കയറുക. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അതാട്ടോ ഞാൻ വായിക്കുന്നത്. അടിപൊളി ലൊക്കേഷനാണ്. പക്ഷെ നട്ടുച്ചയ്ക്കൊന്നും വരരുത്, കരിഞ്ഞു പോവും. ഈ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക. കാണുന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നെ. സ്വാഭാവികം, തികച്ചും സ്വാഭാവികം. ഇതിനെ വിശ്വസിച്ച് വന്ന് നമ്മളെ തല്ലാനാണല്ലേട്ട്. പണ്ട് കളിച്ച ആൾക്കാരുണ്ട് ഇപ്പൊ പാടത്ത് കാശ് കൊടുത്ത് വന്നിട്ട് കാണുന്നത്. പൊളിച്ചേന് ഞാൻ ഇതിനേട്ടാ. ഒരു മിനിറ്റ്, എന്റെ ഷർട്ട് അപ്പൊ എന്നാലും എടുക്കണായിട്ടൊന്നും ചേട്ടൻ. ഹലോ, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് താമരപ്പാടത്താണ്.
പക്ഷെ താമര ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ്റെ പേരതാ അവർ പറഞ്ഞു. മിനിക്കോട് സൂര്യദേവൻ. നമ്മളങ്ങനെ തെണ്ടി തിരിച്ച് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 9 മണി 10 മണിയാകുമ്പോൾ ഇറങ്ങി കേട്ടോ. പോണ വഴിക്ക് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ച് ഒരു 11-12 മണിക്കുള്ളിൽ വീട്ടിലെത്തി. എത്തിയപ്പോഴത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സോ കയറി കിടന്ന് ഉറങ്ങണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.